ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമുക്കപ്പോൾ ഇന്ന് നമ്മൾ ലിക്വിഡിറ്റി ബേസ് ചെയ്ത ട്രേഡിംഗ് ആണ് നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫയേഴ്സ് വണ്ണിലെ ടോപ്പ് ഗെയിനർ സ്കാനറാണ് നോക്കുന്നത്. അപ്പോൾ അതിൽ ടാറ്റ ടെക് ആണ് ഇപ്പോൾ ടോപ്പിൽ നിൽക്കുന്നത്. അപ്പോൾ ടാറ്റ ടെക്കിൻ്റെ ചാർട്ട് ഒന്ന് ഓപ്പൺ ചെയ്യണം. അതിനുശേഷം നമുക്ക് മാർക്കറ്റ് ഡെപ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഫയേഴ്സിൽ മാർക്കറ്റ് ഡെപ്ത് 50 വരെ കിട്ടുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് ഉള്ള ഏരിയയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആ ഒരു ഏരിയയിലായിരിക്കും ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ളത്. അപ്പോൾ ആ ലെവലിൽ നമുക്കത് മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ ട്രേഡിംഗ് നോക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് മാർക്കറ്റ് ഡെപ്ത് 50 കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് സെൽ സൈഡിൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ സെൽ ഓർഡർ നിൽക്കുന്നത് നോക്കാം. അപ്പോൾ 684 ഏറ്റവും കൂടുതൽ പെൻഡിങ് ഓർഡേഴ്സ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ചാർട്ടിൽ 684 ലെവൽ മാർക്ക് ചെയ്യാം. ഓക്കെ, മാർക്കറ്റ് ആ ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആ ലെവൽ ബ്രേക്ക് ചെയ്ത് ഇനി ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയൊരു ഹൈ എടുത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ മാർക്കറ്റ് താഴേക്ക് വന്ന് താഴെയുള്ള ഡിമാൻഡ് സോണിൽ ടച്ച് ചെയ്ത് തിരിച്ച് കയറാനും ചാൻസ് ഉണ്ട്. അത് നമുക്ക് ആ ലെവൽസ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ ഇത് 5 മിനിറ്റ് ചാർട്ടിൽ നമുക്ക് ഡിമാൻഡ് സോൺ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ 1 മിനിറ്റ് ചാർട്ടിൽ നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ 1 മിനിറ്റ് ചാർട്ടിൽ നമുക്ക് ഡിമാൻഡ് സോൺ എവിടെ നിന്ന് മനസ്സിലായിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലാണ് കണ്ടോ, ആ ഒരു ലെവലിൽ സപ്പോർട്ട് എടുത്തിട്ടാണ് തിരിച്ച് കയറിയിരിക്കുന്നത്. അപ്പോൾ നിലവിൽ ഇതാണ് ഡിമാൻഡ് സോൺ. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു ലെവൽ ടച്ച് ചെയ്ത് തിരിച്ച് കയറി പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഡിമാൻഡ് സോണിൽ ടച്ച് ചെയ്ത് തിരിച്ച് കയറി പോകാൻ ചാൻസ് ആണ് കാണിക്കുന്നത്. ഇത് നമുക്ക് 5 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് തന്നെ ചേഞ്ച് ചെയ്യാം. ഇനിയിപ്പോൾ ഒന്ന് ഹൈ ഒന്ന് മാർക്ക് ചെയ്യാം. ഇനി ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് 5 മിനിറ്റ് ക്യാൻഡിൽ മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ബുള്ളിഷ് വ്യൂ ആണ്. നമ്മൾ 5 മിനിറ്റ് ക്യാൻഡലിൻ്റെ ക്ലോസ് ആണ് നോക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഡിമാൻഡ് സോണിലായാലും ആ ഒരു ലെവലിൽ ടച്ച് ചെയ്ത് 5 മിനിറ്റ് ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമായിരിക്കും നമ്മൾ എൻട്രി എടുക്കുക. വേറെ ഒരു തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ക്യാൻഡിലിൻ്റെ ആ ഒരു ക്ലോസിംഗ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എൻട്രി നോക്കുന്നത്. ഇത് നമ്മുടെ ഹൈ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ 5 മിനിറ്റ് ക്യാൻഡിൽ മുകളിൽ ക്ലോസ് ചെയ്തിട്ടില്ല. ഇനി അഥവാ 5 മിനിറ്റ് ക്യാൻഡിൽ മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ ടാർഗറ്റ് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ റീസെൻറ്റ് വന്നിരിക്കുന്ന ആ ഒരു സിംഗ് ലോ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഈ ഒരു സിംഗ് ലോ മുതൽ ആ ഹൈ വരെ ഒന്ന് മാർക്ക് ചെയ്യാം. അത്രയും തന്നെ ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് മുകളിലേക്ക് വെച്ചാൽ മതി ഹൈ മുതൽ. ഓക്കെ, അപ്പോൾ ആ ഒരു ഹൈ പോകാൻ ചാൻസ് ഉള്ളതാണ്. അത് 5 മിനിറ്റ് ക്യാൻഡിൽ മുകളിൽ ക്ലോസ് ചെയ്യണം. മാത്രമേ നമുക്കൊരു കൺഫർമേഷൻ കിട്ടത്തുള്ളൂ. 5 മിനിറ്റ് ക്യാൻഡിൽ മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ലെവൽ വരെ പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഹിസ്റ്റോറിക്കൽ ചാർട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആ ഒരു ഏരിയയിൽ റെസിസ്റ്റൻസോ സപ്പോർട്ടോ ഉണ്ടോ നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയിൽ സപ്പോർട്ട് കാണുന്നുണ്ട്. ഇവിടെ നല്ല രീതിയിൽ സപ്പോർട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതിപ്പോൾ റെസിസ്റ്റൻസ് ആവും. അപ്പോൾ നമുക്ക് ജസ്റ്റ് അത് ലെവൽസ് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഹൈക്ക് മുകളിൽ 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് ബൈ എടുത്തിട്ട് ഈ ഒരു കാണുന്ന ആ റെസിസ്റ്റൻസ് നമുക്ക് ടാർഗറ്റായിട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് വാച്ച് ചെയ്യാം.
ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും മാർക്കറ്റ് താഴേക്ക് വന്നു, ആ ഡിമാൻഡ് സോൺ ജസ്റ്റ് താഴേക്ക് നിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്ത് തിരിച്ച് കയറാണ്. അപ്പോൾ നമ്മൾ ഡിമാൻഡ് സോണിൽ ടച്ച് ചെയ്ത് 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തില്ല, പകരം ഡിമാൻഡ് സോൺ താഴേക്ക് നിന്ന് ബ്രേക്ക് ചെയ്തു, വീണ്ടും റിവേഴ്സ് ചെയ്തിട്ട് തിരിച്ച് കയറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഡിമാൻഡ് സോണിൻ്റെ മുകളിൽ 5 മിനിറ്റ് ക്യാൻഡിൽ ഉണ്ടോ ഈ ഒരു ഏരിയയിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ബൈ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബൈ ആക്റ്റീവ് ആണ്. ഇപ്പോൾ ഇതാണ് നമ്മുടെ ബൈ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ആ ഒരു റെസിസ്റ്റൻസ് ലെവലാണ്, നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് ലെവലാണ്. അതായത് ഇന്നത്തെ ഹൈ ആണ് ഇനിയിപ്പോൾ ടാർഗറ്റിൽ കാണാം. ഇപ്പോൾ മാർക്കറ്റ് ആ ഒരു ഡിമാൻഡ് സോണിൽ ടച്ച് ചെയ്ത് തിരിച്ച് കയറാണ്. ഇപ്പോൾ ഈ ഒരു ലെവലാണ് നമ്മുടെ ടാർഗറ്റ്. ഇനി സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് റീസെൻറ്റ് വന്നിരിക്കുന്ന ലോയ്ക്ക് താഴെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് കാണേണ്ടത്. അത് ആ ഡിമാൻഡ് സോണിൽ ആ ഒരു വന്നിരിക്കുന്ന ബ്രേക്കൗട്ട് ചെയ്ത ക്യാൻഡിൽ, ആ ക്യാൻഡിലിൻ്റെ ലോയ്ക്ക് താഴെ, ഈ ക്യാൻഡിൽ ലോയ്ക്ക് താഴെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് കാണേണ്ടത്. ഓക്കെ, ഇനി നമുക്കൊന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഇപ്പോൾ മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് താഴേക്ക് വന്നിട്ട് എക്സാക്റ്റ് നമ്മുടെ ഡിമാൻഡ് സോണിൽ ടച്ച് ചെയ്ത് 5 മിനിറ്റ് ഗ്രീൻ ക്യാൻഡിൽ മുകളിൽ ക്ലോസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിമാൻഡ് സോണിന് താഴെ ഇനി 5 മിനിറ്റ് റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമായിരിക്കും ഡൗൺ സൈഡിലേക്ക് പോകാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു സ്കാനർ ഉപയോഗിച്ച്, അതായത് ടോപ്പ് ഗെയിനർ സ്കാനറിൽ നമുക്ക് നല്ല പെർഫോമൻസ് ഉള്ള സ്റ്റോക്സ് കാലത്ത് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്റ്റോക്സിൻ്റെ ഓവറോൾ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു ഹൈയും ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ള ഏരിയ ടാപ്പ് ചെയ്ത് അതിനുശേഷം അത് മാർക്കറ്റ് താഴേക്ക് വരും. കാരണം ഈ ഒരു ലിക്വിഡിറ്റി ഉള്ള ഏരിയയിൽ ഒരുപാട് സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് കിടക്കുന്നുണ്ടാവും. അതായത് ചിലർ ബ്രേക്ക് ഔട്ടിൽ ബൈ ഓർഡർ കിടക്കുന്നുണ്ടാവും. ആ ഒരു ബൈ ഓർഡർ എടുത്തിട്ട് താഴേക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് താഴേക്ക് വന്നത്. ആ താഴേക്ക് വന്നത് അടുത്ത ഡിമാൻഡ് സോണിൽ ടച്ച് ചെയ്തിട്ടാണ് തിരിച്ച് കയറുന്നത്. നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഡിമാൻഡ് സോണിലും ഒരുപാട് ഓർഡേഴ്സ് കിടക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് ആ ഒരു ഡിമാൻഡ് സോൺ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്ത് കാണിച്ചത്. ആ ഡിമാൻഡ് സോൺ ബ്രേക്ക് ചെയ്ത് തിരിച്ച് ഒരു 5 മിനിറ്റ് ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്തപ്പോഴാണ് നമ്മൾ എൻട്രി എടുക്കുക. അപ്പോൾ നമ്മൾ ചാടി കയറി നമ്മൾ ഡിമാൻഡ് സോണിലോ അല്ലെങ്കിൽ റെസിസ്റ്റൻസിലോ സ്റ്റോപ്പ് ലോസ് ബൈയോ സെൽ ഓർഡർ ഇട്ട് വയ്ക്കരുത്. മാർക്കറ്റിൻ്റെ റിയാക്ഷൻ നോക്കിയിട്ട് വേണം നമ്മൾ എൻട്രി എടുക്കാനായിട്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും 5 മിനിറ്റ് ക്യാൻഡിൽ താഴേക്ക് ക്ലോസ് ചെയ്തപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അത് റിവേഴ്സ് ചെയ്ത് 5 മിനിറ്റ് ഗ്രീൻ ക്യാൻഡിൽ നമ്മുടെ ഡിമാൻഡ് സോണിൽ മുകളിലേക്ക് ക്ലോസ് ചെയ്യുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യും. അപ്പോൾ നമ്മളവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ നമുക്കൊരു എൻട്രി അവിടെ ബൈ ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ മാർക്കറ്റിന് അടുത്തത് ആ ഒരു പ്രീവിയസ് വന്ന ഹൈ വരെ പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഏരിയ ടാർഗറ്റായിട്ട് എടുത്തത്. ഇനി നമ്മൾ ആ ഒരു ടാർഗറ്റും ബ്രേക്ക് ചെയ്ത് 5 മിനിറ്റ് ക്യാൻഡിൽ മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കാലത്ത് മാർക്ക് ചെയ്ത അടുത്ത ലെവലിലേക്ക് വരെ പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് വാച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവൽസിന് മുകളിൽ 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് ഇനി അടുത്തൊരു ബുള്ളിഷ് ട്രെൻഡ് വരത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലിക്വിഡിറ്റി ബേസ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഫുൾ ടൈം സിസ്റ്റം വാച്ച് ചെയ്യണം. ഓക്കെ, നമ്മൾ സ്റ്റോപ്പ് ലോസ് ബൈ ഓർഡറോ സ്റ്റോപ്പ് ലോസ് സെൽ ഓർഡറോ ഇട്ട് വയ്ക്കരുത്. ജസ്റ്റ് ആ ഒരു മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് അനുസരിച്ച് വേണം നമ്മൾ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നല്ല മൂവ്മെൻ്റ് ഉള്ള സ്റ്റോക്ക് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ 5S1 ആ ഒരു സ്കാനർ ടോപ്പ് ഗെയിനർ ടോപ്പ് ലൂസർ സ്കാനർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ സ്കാനറിൽ കാലത്ത് തന്നെ നമുക്ക് ടോപ്പിൽ വന്നിരിക്കുന്നത് ടാറ്റ ടെക് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ചാർട്ട് ഓപ്പൺ ചെയ്തത്. അപ്പോൾ ചാർട്ട് നോക്കിയപ്പോൾ നല്ല രീതിയിൽ മാർക്കറ്റ് കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ നമുക്കൊരു ഡിമാൻഡ് സോൺ കണ്ടുപിടിക്കാൻ പറ്റിയില്ല 5 മിനിറ്റ് ചാർട്ടിൽ. അപ്പോൾ നമ്മൾ 1 മിനിറ്റ് ചാർട്ടിലേക്ക് നോക്കി. അപ്പോൾ ഇൻട്രാഡേയിലാണ് ഞാൻ ഡിമാൻഡ് സോൺ നോക്കിയത്. അപ്പോൾ 1 മിനിറ്റ് ചാർട്ടിൽ നമുക്ക് ആ ഒരു ഡിമാൻഡ് സോൺ കിട്ടി, അത് മാർക്ക് ചെയ്ത് വെച്ചു. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ള ഏരിയ നോക്കി. അതായത് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഓപ്പൺ ഓർഡേഴ്സ് ആണ്. അതായത് പെൻഡിങ് ഓർഡേഴ്സ് കിടക്കുന്ന ഏരിയയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. സാധാരണയായിട്ട് റെസിസ്റ്റൻസിലും സപ്പോർട്ട് ലെവലാണ് ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉണ്ടാവാറ്. അപ്പോൾ നമുക്ക് ആ ഒരു എക്സാക്റ്റ് വാല്യൂ കിട്ടിയത് നമുക്ക് 5 ടോപ്പ് 50 നമുക്ക് കിട്ടുന്നുണ്ട് മാർക്കറ്റ് ഡെപ്തിൽ. അപ്പോൾ അതിൽ നമുക്ക് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സെൽ സൈഡ് നോക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ ആ ഒരു ലെവൽസ് കിട്ടി. ആ ലെവൽ മാർക്ക് ചെയ്യാം. അപ്പോൾ മാർക്കറ്റ് ഓൾറെഡി ആ ഒരു ടാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഒരു ഹൈ ടാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ നമുക്ക് മനസ്സിലായി ആ ഒരു ഹൈ ടാപ്പ് ചെയ്തിട്ട് താഴേക്ക് വരാണെങ്കിൽ ഡിമാൻഡ് സോണിലേക്കായിരിക്കും ടച്ച് ചെയ്യുക. അതെല്ലാം മാർക്കറ്റ് നല്ല ബുള്ളിഷ് ആണെങ്കിൽ മാത്രമായിരിക്കും ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് 5 മിനിറ്റ് ക്യാൻഡിൽ മുകളിൽ ക്ലോസ് ചെയ്യത്തുള്ളൂ. ഇനി 5 മിനിറ്റ് ക്യാൻഡിൽ മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അടുത്ത ടാർഗറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ കണ്ടു. അതായത് ആ ഒരു റീസെൻറ്റ് വന്നിരിക്കുന്ന ലോയും അതുപോലെ നമ്മൾ ആ ഹൈയും തമ്മിലുള്ള ലെവൽസ് മാർക്ക് ചെയ്യുക. അത് തന്നെ മുകളിലേക്ക് നോക്കാം, മെഷർ ചെയ്താൽ മതി. അതല്ലെങ്കിൽ പ്രീവിയസ് ചാർട്ടിൽ എവിടെയാണ് അടുത്ത റെസിസ്റ്റൻസ് കിടക്കുന്നത് ആ ലെവൽസ് മാർക്ക് ചെയ്ത് അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ കണ്ടു മാർക്കറ്റ് അതിനുശേഷം താഴേക്ക് വരാണ്. അതിനുശേഷം നമ്മൾ ഡിമാൻഡ് സോൺ താഴേക്ക് ബ്രേക്കൗട്ട് ചെയ്തു. ബ്രേക്കൗട്ട് ചെയ്തതിന് ശേഷം വീണ്ടും മാർക്കറ്റ് റിവേഴ്സ് ചെയ്ത് 5 മിനിറ്റ് ഗ്രീൻ ക്യാൻഡിൽ നമ്മൾ ഡിമാൻഡ് സോണിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തു. അപ്പോൾ എൻ്റെ മിക്ക സ്ട്രാറ്റജിയിൽ ഞാൻ പറയുന്നുണ്ട് 5 മിനിറ്റ് ക്യാൻഡിലിൻ്റെ ക്ലോസ് ആണ് നമ്മൾ നോക്കുന്നത്, വേറൊരു തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ 5 മിനിറ്റ് ക്യാൻഡിലിൻ്റെ ക്ലോസ് നമ്മൾ എടുത്തു. അപ്പോൾ അത് കൺഫർമേഷൻ ആയിരുന്നു. അപ്പോൾ നമ്മൾ ബൈ ആക്റ്റീവ് ആയിട്ടുണ്ട്. പിന്നെ അടുത്ത ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ റീസെൻറ്റ് വന്ന ഹൈ ആയിരിക്കും ടാർഗറ്റ് ആയിരിക്കും വയ്ക്കാറ്. ആ ഹൈ ആണ് നമ്മൾ ടാർഗറ്റ് ആയിട്ട് വെച്ചത്. മാർക്കറ്റ് എക്സാക്റ്റ് ആ ലെവലിൽ പോയി ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു സ്ട്രാറ്റജി. അപ്പോൾ നിങ്ങൾക്ക് ഈ ലിക്വിഡിറ്റി കൺസെപ്റ്റിനെ പറ്റി എങ്ങനെ ട്രേഡ് ചെയ്യാമെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് ഫ്രീ ആവുന്നതനുസരിച്ച് അതിനെപ്പറ്റി വീഡിയോസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫയേഴ്സിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഫയേഴ്സിലെ സ്കാനേഴ്സൊക്കെ യൂസ് ചെയ്ത് ഇതുപോലെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് നല്ല സ്റ്റോക്സുകൾ സെലക്ട് ചെയ്ത് ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഫയേഴ്സിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ ഫയേഴ്സിൽ ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ഫയേഴ്സിൽ ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ആ ലിങ്ക് വഴിയാണ് ഫയേഴ്സിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഞാൻ പ്രൈവറ്റ് ടെലിഗ്രാം ചാനൽ നിങ്ങൾ ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.